CMRL കമ്പനിയുമായുള്ള പണമിടപാടുകൾ സംബന്ധിച്ച് SFIO അന്വേഷണത്തിൽ കുടുങ്ങുമെന്ന അവസ്ഥയിലായിരുന്നു വീണ വിജയൻ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇന്നലെ കോടതി ഹർജി പരിഗണിച്ചതോടെ വീണയ്ക്ക് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. CMRL കമ്പനിയുമായുള്ള പണമിടപാടുകൾ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയോട് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇനി രേഖകൾ നൽകിയില്ലെങ്കിൽ അത് വിധിയെയും സ്വാധീനിക്കും. കോടതിയെ ഇക്കാര്യം അറിയിക്കാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം രേഖകൾ കൈമാറേണ്ടി വരും. രേഖകൾക്കായി വീണ്ടും വീണയ്ക്ക് സമൻസ് അയക്കാൻ സാധ്യത ഏറെയാണ്. എന്നാൽ അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ഹർജിയിൽ വിധി പറയും വരെ അറസ്റ്റ് പാടില്ലെന്നാണ് കോടതിയുടെ നിർദ്ദേശം. KSADCയുടെ ഹർജിയിൽ കേരള ഹൈക്കോടതിയുടെയും സമാന നിലപാടാണ്. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കേരള ഹൈക്കോടതിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണയ്ക്കും KSADCയ്ക്കും ഇനി രേഖകൾ നൽകേണ്ടി വരും. വീണയും KSADCയും രേഖകൾ നൽകുമെന്നാണ് SFIOയുടെ പ്രതീക്ഷ. ഈ രേഖകൾ ശേഖരിച്ച് CMRL റെയ്ഡിൽ നിന്നും കിട്ടിയ വിവരങ്ങളുമായി ഒത്തുനോക്കും. മൊഴികളിലെ വൈരുദ്ധ്യവും മറ്റും കേസിൽ നിർണായകമാണ്. ഈ വിലയിരുത്തലുകൾക്ക് ശേഷം കേസിൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് SFIOയുടെ ആലോചന. അതിലേക്ക് പോകാൻ ഹൈക്കോടതിയുടെ വിധി വരേണ്ടതുണ്ട്. 10 ദിവസത്തിനുള്ളിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷ. വിധി എതിരാകുന്ന കൂട്ടർ അപ്പീൽ നിയമയുദ്ധത്തിന് പോകാനും സാധ്യതയേറെയാണ്. CMRLുമായി ബന്ധപ്പെട്ട് 135 കോടി രൂപയുടെ ക്രമക്കേട് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സുതാര്യമല്ലാത്ത ഒട്ടേറെ ഇടപാടുകൾ നടന്നിരിക്കാമെന്നും പോലീസിനെയും മറ്റും ഇടപെടുത്താൻ അധികാരമുള്ള SFIO തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രം വാദിച്ചു. CMRLന് ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് 1.72 കോടി രൂപ കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും SFIO കോടതിയെ അറിയിച്ചിരുന്നു. എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുമായുള്ള പണമിടപാട് സംബന്ധിച്ച് CMRLനോട് വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കാൻ KSADCയോട് കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടതും നിർണായകമാണ്. CMRLനോട് വിശദീകരണം തേടിയെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് KSADC അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ നിർദ്ദേശം നൽകിയത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നിർത്തണമെന്ന് KSADC ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും ഹൈക്കോടതി ആരാഞ്ഞു. പണമിടപാട് ആരോപണം ശരിയെങ്കിൽ കേരള സർക്കാർ സ്ഥാപനമായ KSADCയുടെ പണമാണ് പാഴാക്കിയിരിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. CMRL KSADCക്ക് നോമിനി ഡയറക്ടറുണ്ട്. സ്വതന്ത്ര ഡയറക്ടറേക്കാൾ ഉത്തരവാദിത്തം ഇക്കാര്യത്തിൽ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ KSADCക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ് കോടതി പറഞ്ഞു വെക്കുന്നത്.